ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. മഹിമവും ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദിവസം, കർത്ത ദിവസം ആണ്ടവർക്ക് നമുക്ക് സ്തുതിക്കാം. ആണ്ടവർ ചെയ്ത വൻ കാര്യത്തെ നമുക്ക് ഓർക്കാം. അവൻ നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഓർത്ത് അവനെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. അവൻ ചെയ്ത കൃപകൾക്കായി സ്തോത്രം. നമ്മൾ ഇന്ന് ബൈബിൾ സ്റ്റഡിയാണ് നമ്മൾ വാസിക്കാൻ പോകുന്ന ബൈബിൾ സ്റ്റഡിയിൽ കൊലിസ്യരുടെ പുസ്തകം അതിലെ 1:14 വാക്യത്തിൽ താൻ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ എപ്പിസോഡ് 163 C12 ആണ്. 163 C12 അത് നമ്മുടെ എപ്പിസോഡാണ്. അത് നമുക്ക് ആണ്ടവർ നമുക്ക് വചനത്തിൽ നിന്നും എന്താണ് നമ്മളോട് ചൊല്ലാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കേൾക്കാം. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ നാമം നമുക്ക് മഹിഴണം. അതാണ് നമ്മുടെ മെയിനായ ഉദ്ദേശം. നമുക്ക് അതിന് മുന്നാടി നമുക്ക് 14 വാക്യത്തിന് മുന്നാടി നമ്മൾ കൊഞ്ചം പിന്നാടി പോയിട്ട് നമുക്ക് 14 വാക്യത്തിലേക്ക് വന്നിടാം. നമ്മൾ 12 വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മൾ നേരത്തെ വിസാരിച്ച നമ്മൾ വിശുദ്ധന്മാർ എന്നെ ആണ്ടവർ നമ്മളെ വിശുദ്ധന്മാരാക്കിയാച്ചേ. നമ്മളെ വിശുദ്ധന്മാരാക്കിയത് എപ്പോഴാണ്? നമ്മൾ ആണ്ടവരെ വിശ്വസിച്ചപ്പോൾ, നമ്മൾ വിശ്വാസം വെച്ചപ്പോൾ ആണ്ടവർ നമ്മളെ വിശുദ്ധന്മാരാക്കി. നമ്മൾ എപ്പോഴും വിശ്വാസം വെച്ച് നമ്മൾ ആണ്ടവരെടുത്ത് വചനപ്രകാരം റോമർക്ക് എഴുതിയ പുസ്തകത്തിൽ എന്നെ വാസിക്കുന്നത് 10ാം അധ്യായത്തിൽ അവനെ വിശ്വസിച്ച് കൈക്കൊള്ളുന്നവരെ അവനെ വാഗൊണ്ട് ഏറ്റു പറയുകയും അവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അതായത് നമ്മൾ വാഗൊണ്ട് ഏറ്റു പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അവൻ താൻ ആണ്ടവർ എന്ന്, അവൻ താൻ നമ്മളെ രക്ഷിക്കാൻ പോകുന്നവൻ എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് വാഗൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോഴാണ് ആണ്ടവർ നമ്മൾ രക്ഷിക്കപ്പെടും. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ എന്നായി? ആണ്ടവർ നമ്മുടെ സകല പാപങ്ങളും കഴുകിക്കഴിഞ്ഞാച്ച് നമ്മുടെ സകല പാപങ്ങളും കഴുകിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്നാ പറ്റി? നമ്മൾ ഇനി പാപമൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്നായി? വിശുദ്ധന്മാരായി. നമ്മൾ വിശുദ്ധന്മാരാണ്. നമ്മൾ ഇങ്ങനെ പൗലോസ് സാവധാന സകല വിശുദ്ധന്മാർക്ക് അന്നേരം നമ്മൾ വിശുദ്ധന്മാരായപ്പോൾ എന്ത് പറ്റി? പരിശുദ്ധ ആവി നമ്മുടെ ഉള്ളിൽ വന്നാച്ച്. പരിശുദ്ധ ആവി നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ എന്നെ പറ്റി അത് ആണ്ടവരുടെ വിധതാൻ അത് നമ്മൾ ഉള്ളിൽ വന്നപ്പോൾ എന്നെ പറ്റി? നമ്മൾ പരിശുദ്ധരായാച്ച്. അത് ഇനിയും നമ്മൾ വളരുന്നത് പരിശുദ്ധാത്മാവിൽ താൻ, അല്ല പരിശുദ്ധ ആവിയിൽ താൻ നമ്മൾ വളരുത്. പരിശുദ്ധ ആവിയിൽ വളരുമ്പോൾ നമ്മൾ പരിശുദ്ധരാകുമ്പോൾ എന്നാ പറ്റണം? പരിശുദ്ധമായ രീതിയിൽ നമ്മൾ ദൈവത്തിന് ചിത്തമായ രീതിയിൽ താൻ നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ 12ാം വാക്യത്തിൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്താലുള്ള അവകാശത്തിനായി അതായത് പ്രാപ്തന്മാരാക്കുകയും, അന്നേരം നമ്മൾ വിശുദ്ധന്മാരാകുമ്പോൾ നമുക്ക് ആ വെളിച്ചമാരുതാൻ ആണ്ടവർത്തം. ഇരുട് ആണ്ടവരല്ല, നമ്മളെ വെളിച്ചത്തിൻ്റെ മക്കൾ ആണ്ടവരാക്കിയാച്ച്. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ വെളിച്ചം വീശുന്നവർ. അതായത് നമ്മൾ ഏത് വിതയാണ് വിതയ്ക്കുന്നത് അതിൻ്റെ ഫലം താൻ കൊടുക്കുന്നത്. അത് നമ്മൾ ആണ്ടവർ നമ്മൾക്ക് തന്നിരിക്കുന്ന വിത എഴുതാൻ വെളിച്ചത്തിൻ്റെ വിത തന്നപ്പോൾ നമുക്ക് എന്നാ പറ്റി? നമ്മൾ വെളിച്ചമായ ആ വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വേണ്ടിയ ആഹാരം അല്ലെങ്കിൽ അതിന് വേണ്ടിയ തീനി നമുക്ക് കണ്ടിപ്പായി വേണം. ആ തീനി എപ്പടി കിടക്കും? അത് ആണ്ടവരുടെ വചനം താൻ. അതായത് ആണ്ടവരുടെ മന്ന എന്ന് ചൊല്ലിയാൽ ആണ്ടവർ നൽകിയിരിക്കുന്ന വചനം. ആ വചനം നമ്മൾ പഠിക്കുമ്പോൾ അത് തീനിയായിട്ട് ആ വിധ വളർന്നു വരും. ആ വിള വളർന്നു വരുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമ്മൾ പ്രകാശം കൊടുക്കും. പ്രകാശം നമ്മൾ നേരത്തെ ചിന്തിച്ചാൽ നമ്മൾ ഒരു മെഴുകുതിരി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രകാശം കിടക്കാതെ
മെഴുകുതിരിക്ക് എങ്കിൽ പ്രകാശമായിരിക്കും, പക്ഷേ അത് കത്തിക്കുമ്പോൾ അതിൽ പ്രകാശം വന്നു. അതേപോലെ നമ്മളെ കത്തിക്കണം, നമ്മൾ ആ ഫലം നമ്മൾ കത്തിച്ച് ശോഭിക്കണം. അന്നേരം നമ്മൾ എന്നാ பண்ணണം, ആ മെഴുകുതിരി കത്തുമ്പോൾ അത് ഉരുകുന്ന പോലെ നമ്മൾ ഉരുകി, അല്ലെങ്കിൽ അതിൻ്റെ ചൂടേറ്റ് നമ്മൾ ആ പ്രകാശം കൊണ്ട്, അതേപോലെ ആണ്ടവരുടെ ആ പ്രകാശം അല്ലെങ്കിൽ ആണ്ടവരുടെ ആ ചൂട് നമ്മൾ ഉള്ളിൽ വന്നിട്ട് നമുക്ക് പ്രകാശം കൊടുക്കണം. ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധന്മാർക്കുള്ള വെളിച്ചത്തിലുള്ള അവകാശത്തിനായി, അതായത് നമ്മൾ വിശുദ്ധന്മാർ, അതുകൊണ്ട് നമുക്ക് നമ്മൾ വെളിച്ചമായിരിക്കെ അതിന് പ്രകാശത്തിന് നമ്മൾ അവകാശത്തിനായി നമ്മെ പ്രാപ്തനാക്കും. നമ്മൾ മെഴുകുതിരി ആയി ഇരുന്നിട്ട് നമ്മൾ കാര്യമില്ല. നമ്മൾ വിശുദ്ധന്മാർ, നമ്മൾ മെഴുകുതിരി താൻ നമുക്ക് കത്തിയാൽ വേറെ എന്തെങ്കിലും കത്തിയാൽ പ്രകാശം, എല്ലാം എന്ത് കത്തിയാലും പ്രകാശം വരും. പക്ഷേ മെഴുകുതിരി എപ്പോഴും അത് സ്വന്തമായി എരിഞ്ഞ് പ്രകാശം കൊടുത്തുകൊണ്ടേയിരിക്കും. അന്നേരം അതേപോലെ താൻ നമ്മൾ സ്വന്തമായി എരിഞ്ഞ് ആണ്ടോടെ വചനത്താൽ എരിഞ്ഞ് നമ്മൾ പ്രകാശം കൊടുക്കണം. നമ്മൾ പ്രകാശം കൊടുക്കുമ്പോൾ എന്നാ പറ്റും, അത് നമ്മൾ വായിക്കുന്ന അവകാശത്തെ അതിന് നമ്മൾ പ്രാപ്തന്മാരാക്കണം. നമ്മൾ പ്രകാശം കൊടുക്കാൻ വേണ്ടി പ്രാപ്തന്മാരാക്കണം. ആ പ്രാപ്തന്മാരെപ്പോഴാവും, നമ്മൾ വചനം അറിയാതെ നമുക്ക് എപ്പോഴും പ്രാപ്തന്മാരാകാൻ പറ്റും. അന്നേരം വചനം നല്ലപോലെ വാസിച്ച് പഠിച്ച് പ്രാപ്തന്മാരായി ആണ്ടൊക്കെ ചിത്തം ചെയ്യണം. ഇനി 13-ാം വാക്യത്തിൽ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ആണ്ടവർ നമ്മളെ എന്നാ ചെയ്ത്, നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്ന, അതായത് നമ്മൾ അന്ധകാരത്തിലായിരുന്ന, അതായത് പിശാചിൻ്റെ മക്കൾ എന്ന് ചൊല്ലിയ ഇരുട്ട്, ആ ഇരുട്ടിൻ്റെ മക്കളായിരുന്ന അതിൽ നിന്നും നമ്മൾ ഇരുട്ടിൻ്റെ, അതായത് പിശാച് അവൻ്റെ അധികാരത്തിൽ നമ്മെ വെച്ചിട്ട് നമ്മൾ എന്ത് പറ്റി, നമ്മൾ ഇരുട്ടായി തീർന്നാച്ച്. ആ ഇരുട്ട് എപ്പോഴും മാറിടും. ആ ഇരുട്ട് മാറണമെന്നുണ്ടെങ്കിൽ ആണ്ടവരുടെ പ്രകാശം നമ്മുടെ ഉള്ളിൽ വരും. ആണ്ടവരുടെ പ്രകാശം എപ്പം വരും, നമ്മൾ ആണ്ടവരെ വിശ്വസിക്കുമ്പോൾ, അവനെ രക്ഷിതാവായി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും, ആണ്ടവരുടെ തീ നമ്മളിൽ വരികയും നമ്മൾ പ്രകാശം കൊടുക്കുകയും ചെയ്യും. നമ്മൾ പ്രകാശമാണെന്നുള്ള അന്നേരം എന്ത് പറ്റും, പ്രകാശം വരുമ്പോൾ ഇരുട്ടിലെന്ത് പറ്റും, ഇരുട്ട് മാറിപ്പോവും. എന്നിട്ട് ഇരുട്ട് മാറിപ്പോണേ പ്രകാശം വന്നെങ്കിൽ മറ്റും താൻ ഇരുട്ട് മാറും. എന്നിട്ട് ഇങ്ങനെ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തനാക്കി, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, അന്നേരം ആണ്ടവർ നമുക്ക് എന്നാ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മളെ വിടുവിച്ചാച്ച്. അല്ലെങ്കിൽ സാത്താൻ്റെ പിടികൾ താൻ നമ്മൾ ഇരുന്നാച്ച് അവൻ നമ്മളെ എന്നാ ചെയ്താച്ച്, അവൻ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിളിച്ചു. അതായത് പ്രകാശം നമ്മളിൽ വന്നപ്പോൾ, ഈ പ്രകാശം വരുമ്പോൾ എന്നാ പറ്റും, ഇരുട്ടെ മാറിയിട്ട് നമ്മൾ ഒരു ഇരുട്ട് മുറിയിൽ നമ്മൾ ചെന്നിട്ട് നമ്മൾ മെഴുകുതിരി നമ്മൾ കത്തിച്ച് കൊണ്ട് ചെല്ലുമ്പോൾ എന്നാ പറ്റും, ആ പ്രകാശം ആ ഇരുട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനുമായിട്ട് അത് മാറ്റിടും. അന്നേരം ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് തൻ്റെ സ്വയസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി. നമ്മളെ എന്നിട്ട് ആണ്ടവർ എന്നാ ചെയ്താച്ച്, സ്നേഹസ്വരൂപനായ ആണ്ടവരുടെ രാജ്യത്തിലാക്കി. അന്നേരം സ്നേഹസ്വരൂപനായ ആണ്ടവർ ആർത്താൻ, അതായ ആണ്ടവരായ യേശു ക്രിസ്തു. അവൻ ഇങ്ങനെ சொல்லுது, ഇങ്ങനെ നമ്മൾ കേൾക്കുന്നത്, തന്നെ പുത്രൻ്റെ രാജ്യത്തിൽ, അത് പുത്രനാര്, ആണ്ടവരായ യേശു ക്രിസ്തു. അന്നേരം പുത്രൻ്റെ രാജ്യത്തിൽ ആരുടെ രാജ്യം, സ്വർഗം ആരുടെ രാജ്യം, പുത്രൻ്റെതാണ്. അത് ഈ ലോകത്തെ മുഴുവനും ചമച്ചവൻ ആണ്ടവരായ ആണ്ടവരായ പുത്രൻ തന്നെ. ആ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി. അത് എന്തിന് നമ്മളെ ആക്കിയാച്ചേ, നമ്മൾ വാസിക്കുന്നത് സന്തോഷത്തോടും സ്തോത്രം ചെയ്യുന്നവരാകണം. നമ്മൾ സന്തോഷത്തോടെ, അതായത് ரொம்ப നന്ദിയോടെ, ரொம்ப സന്തോഷത്തോടെ നമ്മൾ എന്നാ பண்ணണം, സ്തോത്രം பண்ணണം. നമ്മൾ സ്തോത്രം பண்ணാൻ വേണ്ടിയാണ്, നമ്മളെ വെളിച്ചത്തിലാക്കിയതിന് ആണ്ടവർക്ക് സ്തോത്രം ചൊല്ലാൻ വേണ്ടിയാണ്. ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം ചെയ്യുന്ന ഒരാളെ എന്നെ അപേക്ഷിക്കുന്നു, ഞാൻ നിങ്ങളോട് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചൊല്ല്. നമുക്ക് അതിനു വേണ്ടി എന്നാ பண்ணണം, നമ്മൾ കത്തേണ്ട ആവശ്യം നമുക്ക് കണ്ടിപ്പായിരിക്കും. നമ്മൾ കത്തുമ്പോൾ താൻ പ്രകാശം കിടക്കും. കത്താതെ നമുക്ക് പ്രകാശം കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കത്തുന്ന എപ്പം വചനം വാസിച്ച് പഠിക്കുമ്പോൾ താൻ നമുക്ക് കത്തിക്കുന്നു. അത് കത്തുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും, അത് പ്രകാശം തരും. അത് പ്രകാശത്തിന് തന്നിട്ട് നമ്മൾ എന്നാ വാസിക്കുന്നത്, അത് നിങ്ങളോട് ചൊല്ലുക, നിങ്ങൾ അത് വചനം പഠിച്ച് നിങ്ങൾ പ്രാപ്തന്മാരാകണം എന്ന് ഞാൻ നിങ്ങളോട് പേശുക, നിങ്ങളോട് ചൊല്ലുക, നിങ്ങളോട് കേൾക്കുക.
കാരണം നിങ്ങൾ അപ്പടി ചെയ്യുമ്പോൾ താൻ ആണ്ടവരുടെ രാജ്യത്തിൽ പ്രകാശം കളിക്കും. കാരണം ആണ്ടവരുടെ രാജ്യത്തിൽ ഇരുട്ട് കളിക്കാതെ അത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ അങ്ങ് നമുക്ക് സൂര്യൻ കളിക്കാതെ ചന്ദ്രൻ കളിക്കാതെ പ്രകാശം തരുന്ന രണ്ട് കാര്യം സൂര്യനും ചന്ദ്രനുമാണ്. അവിടെ സൂര്യനുമില്ല ചന്ദ്രനുമില്ല. അങ്ങ് എങ്കിരിക്കും ആണ്ടവരായ യേശുക്രിസ്തു അല്ലെങ്കിൽ ആണ്ടവർ താൻ അങ്ങ് വാസം ചെയ്ത് അങ്ങ് ആണ്ടവർ ആയിരിക്കുന്നതുകൊണ്ട് അങ്ങ് പ്രകാശം താൻ പ്രകാശിക്കണം. അവനിൽ ഇരുട്ടില്ല. അതേപോലെ നമ്മൾ ആണ്ടവരുടെ മക്കളാകുമ്പോൾ നമ്മൾ എന്നാ പറ്റും? നമ്മളും പ്രകാശം നമ്മൾ കൊണ്ടുവരുന്നവരായിരിക്കണം. നമ്മൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാണെന്ന് അപേക്ഷിക്കുന്നു. അവയിൽ നമുക്ക് നമ്മൾ സ്നേഹസുവിനെ സ്വന്തം രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ ആണ്ടവരുടെ പക്കത്തിൽ വരുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ സ്തോത്രം വേണം. ഇന്ന് 14-ാം ഭാഗം. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇങ്ങനെ சொல்லுது നമുക്ക് എന്തുകൊണ്ട് നമ്മൾ പ്രകാശിലായി? നമുക്ക് പാപമോചനം കിടച്ചാച്ച്. ഇങ്ങനെ சொல்லுது പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമുക്ക് പാപമോചനം കിടച്ചാച്ച്. നമ്മുടെ പാപം സമ്പൂർണ്ണമായി മാറ്റിയാച്ച്. നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ വായിക്കും ഇൻ ഹൂം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്. അവൻ്റെ രക്തത്താൽ നമുക്ക് വിടുതൽ കിടച്ചാച്ച്. റിഡംഷൻ നമുക്ക് കിടച്ചാച്ച്. അതാണ് ഇൻ ഹൂം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്. ആരിൽ താൻ നമുക്ക് വിടുതൽ കിടച്ചാച്ച്? ആണ്ടവരായ യേശുക്രിസ്തു. അതാണ് നമ്മൾ 13-ാം വാക്യത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഹൂ ഹാസ് ഡെലിവേർഡ് അസ് ഫ്രം ദ പവർ ഓഫ് ഡാർക്ക്നെസ്. അത് 13-ാം വാക്യത്തിൽ നമ്മൾ അവൻ നമ്മളെ ആ അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്നും നമ്മളെ എന്നെ പറ്റി നമ്മളെ വേർപെടുത്തി നമ്മളെ പ്രകാശിതരാക്കിയിരിക്കുകയാണ്. നമ്മൾ പ്രകാശിതരാകുമ്പോൾ ആവും ഈ ട്രാൻസ്ലേറ്റ് ദ കിങ്ഡം ഓഫ് ഹിസ് ഡിയേഴ്സ്. നമ്മളെ ആ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കിയായിരിക്കാൻ നമ്മളെ അങ്ങോട്ട് മാറ്റിയാച്ച്. എന്നിട്ട് നമുക്ക് അങ്ങനെ 14-ാം വാക്യത്തിൽ നമ്മൾ റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്. അവൻ്റെ രക്തത്താൽ നമുക്ക് പാപത്തിൻ്റെ മോചനം കിട്ടിയിരിക്കുക. അവൻ്റെ രക്തത്താൽ അവൻ നമുക്ക് വേണ്ടി ചിന്തിയ രക്തം. അവൻ എപ്പം രക്തം ചിന്തി? അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ്റെ രക്തം ചിന്തി താൻ നമുക്ക് പാപമോചനത്തിൻ്റെ വിടുതൽ തന്നിരിക്കുന്നു. ഈവൻ forgiveness of sin. அப்படி വരുമ്പോൾ അവൻ നമ്മുടെ പാപം മുഴുവനും അവന് കളിയാച്ച് അല്ലെങ്കിൽ അത് മാറ്റിയാച്ച് അതിൽ നിന്നും നമ്മളെ വിടുതൽ തന്നാച്ച്. അന്നേരം ആണ്ടവരെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്നാ കിടക്കും? നമ്മൾ ഇരുട്ടിൻ്റെ മക്കളായിരുന്നു നമ്മൾ. ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ പിടിയിലായിരുന്നു നമ്മൾ. പിശാചിൻ്റെ പിടിയിലായിരുന്നു നമ്മളെ. പിശാചിൻ്റെ കയ്യിൽ നിന്നും നമ്മളെ വെടിവെച്ച് നമ്മൾ എന്നാ പറ്റിയിരിക്കെ പ്രകാശത്തിൻ്റെ മക്കളാക്കി പ്രകാശം നമ്മൾ കൊടുക്കുന്നവരായി. അതുമാത്രമല്ല നമ്മളെ സ്വർഗത്തിൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. നമ്മൾ സ്വർഗരാജ്യത്തിലായി. നമ്മുടെ ദേശം നമ്മുടെ നമ്മുടെ ഊരെങ്കേയും നമ്മുടെ ഊർ സ്വർഗം. നമ്മൾ സ്വർഗത്തിൻ്റെ മക്കളാക്കി വെച്ച് കാരണം എന്താ? നമ്മുടെ പാവത്തെ അവൻ മുടിച്ചാച്ചേ. അതുമാത്രമല്ല നമുക്ക് വിടുതൽ കിടച്ചാച്ചേ. അതുകൊണ്ടാണ് നമുക്ക് ആണ്ടുവരെ സ്തുതിക്കാം. ആണ്ടുവരെ നാം മഹിമപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെ പാക്കല. ആമേൻ.